ഹായ് ഓൾ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് CMA ഇന്റർ ഓഡിറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് മൂന്ന് മൊഡ്യൂളാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളത്തെ ഫസ്റ്റ് സബ് യൂണിറ്റ് ചാപ്റ്റർ എന്താ വേണമെങ്കിലും പറയാം, നേച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, ഇവിടെ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ചെക്കിങ്, എക്സാമിനേഷൻ, ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ ചെക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് കമ്പനി എന്താണെന്ന് അറിയണ്ടാവും ഇല്ലേ? എന്താണ് ഒരു കൈൻഡ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഇപ്പൊ ഒരു ബിസിനസ് ഞാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങാം, പാർട്ണർഷിപ്പ് തുടങ്ങാം, വേണമെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഒരു ഫോമിൽ തുടങ്ങാം, അല്ലെങ്കിൽ കമ്പനി ആയിട്ട് തുടങ്ങാം അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ നോർമലി കമ്പനി പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് എന്ന് കരുതിയിട്ട് കമ്പനി മാത്രമുള്ളതല്ല, ബട്ട് പ്രിഡോമിനന്റ്ലി കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഉണ്ടല്ലോടാ, ഞാനൊരു കമ്പനി തുടങ്ങി, എന്ത്, XYZ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി തുടങ്ങി. അപ്പൊ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടുകളുണ്ട്. അതിലൊന്നാണ് എന്ത്, കമ്പനീസ് ആക്ട്. ഈ കമ്പനി തന്നെ പല ടൈപ്പ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്. ഇവിടെ നമ്മൾ മെയിൻലി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പബ്ലിക് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ഓക്കെ, ഇപ്പൊ ഈ പബ്ലിക് കമ്പനി, ഇപ്പൊ ഞാനൊരു നമുക്കറിയാം പബ്ലിക് കമ്പനിയുടെ ഡെഫിനിഷനും അല്ലെങ്കിൽ പബ്ലിക് കമ്പനി തുടങ്ങാൻ വേണ്ട കണ്ടീഷൻസും ഒക്കെ നിങ്ങൾ ലോയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ പറയണത്. ഇൻ കേസ് ഞാൻ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത വലുതുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലോ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ ഇത് പറഞ്ഞു വെറുതെ റിപ്പീറ്റീവ് ആവും. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്ന ഏരിയാസിൽ. ഓക്കെ, ഇനി അല്ലാത്തുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഡൗട്ട് ചോദിച്ചാൽ മതി. അതാണ് ഇൻഡയറക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാനൊരു പബ്ലിക് കമ്പനി തുടങ്ങിയാണ്. ഞാനൊരു പബ്ലിക് കമ്പനിയാണ് XYZ ലിമിറ്റഡ് എന്നൊരു പബ്ലിക് കമ്പനി തുടങ്ങിയാണ്. ഏഹ് അപ്പൊ ഈ പബ്ലിക് കമ്പനി ഞാൻ തുടങ്ങുമ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാന്ന് വിചാരിക്കും. പബ്ലിക് ലിസ്റ്റഡ് കമ്പനി പറഞ്ഞാൽ എന്താ? ഇപ്പൊ ലിസ്റ്റഡ് കമ്പനി പറഞ്ഞു കഴിഞ്ഞാല് ആ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇപ്പോ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് ഇന്ത്യയിൽ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അല്ലെ? ഇപ്പൊ നിങ്ങൾ അപ് സ്റ്റോക്സിലൊക്കെ ഷെയർ മേടിക്കുന്നില്ലേ? അതില് ഷെയർ മേടിക്കാൻ ഏതൊക്കെ കമ്പനിയുടെ പറ്റുന്നുണ്ടോ ആ കമ്പനികളൊക്കെ എന്താ, ലിസ്റ്റഡ് കമ്പനിയാ. അപ്പൊ അൺലിസ്റ്റഡ് കമ്പനി എന്താ? ലിസ്റ്റ് ചെയ്യാത്ത, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസ്. അപ്പൊ പബ്ലിക് കമ്പനി തന്നെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ഉണ്ട്, പബ്ലിക് അൺലിസ്റ്റഡ് കമ്പനി ഉണ്ട്. നമ്മളിവിടെ മെയിൻലി പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം അതാണ് ഇത്തിരി കംഫർട്ട് അല്ലെങ്കിൽ ഈസി. ഓക്കെ, ഇപ്പൊ ഞാനൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ റിലയൻസ്, അതൊരു പബ്ലിക് കമ്പനിയാണ്, ലിസ്റ്റഡ് കമ്പനിയാണ്. ഇപ്പൊ റിലയൻസിന്റെ ഷെയർ എനിക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. ഇപ്പൊ അപ് സ്റ്റോക്സ്, ഗ്രോയ, സറോദ പോലത്തെ ആപ്പിലൂടെ കയറി എനിക്ക് മേടിക്കാം. ഏഹ് അല്ലേ? ഇത്തരം ബ്രോക്കർ ആപ്പിലൂടെ എനിക്ക് ചെന്ന് മേടിക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ഞാൻ മേടിക്കണം എന്ന് വെച്ചാൽ റിലയൻസിനെ ഞാനൊരു ഷെയർ മേടിക്കാണ്. ഇപ്പൊ റിലയൻസിന്റെ ഷെയർ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിന്റെ ഷെയർ ഞാൻ മേടിക്കുന്നു. ഇപ്പൊ ഒരു 100 എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരിക്കും, അതിൽ കുറച്ച് ഷെയർ ഞാൻ മേടിക്കുന്നു. ഞാൻ കുറച്ച് പൈസ കൊടുക്കുന്നു ആർക്ക്? റിലയൻസ് കമ്പനിക്ക് അല്ലേ? അപ്പോ ഇപ്പൊ റിലയൻസ് കമ്പനി എന്റെ കയ്യിൽ നിന്ന് എന്ത് മേടിച്ചു? പൈസ മേടിച്ചു. അതിന് പകരം റിലയൻസ് കമ്പനി എനിക്ക് തന്നു, എന്ത് തന്നു? ഇക്വിറ്റി ഷെയർ തന്നു. അപ്പൊ ഞാനിപ്പോ റിലയൻസിന്റെ ഒരു കുഞ്ഞു ഭാഗത്തിന്റെ ഓണറാണ് അല്ലേ? അപ്പൊ ചിലപ്പോൾ ലക്ഷക്കണക്കിന് നമ്പർ ഓഫ് ഷെയർസിൽ ഒരു ഷെയർ ആയിരിക്കും എനിക്ക് ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ 5 ഷെയർ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ എനിക്കൊരു പോയിന്റ് സംതിങ് ചിലപ്പോൾ ഓണർഷിപ്പ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോ ഒബ്വിയസ്ലി ഞാൻ പൈസ എന്തിനു കൊടുത്തു, ആ പൈസ ഉപയോഗിക്കപ്പെടുന്നത് കമ്പനിയുടെ വളർച്ചയ്ക്ക് തന്നെയാണോ എന്നറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടാവില്ലേ? ഇപ്പൊ ഞാന് ഈ റിലയൻസിന്റെ ഷെയർ മേടിക്കുന്നത് റിലയൻസിന്റെ ഓണർ ആയിട്ടുള്ള ഏഹ്, അംബാനിയുടെ പേരമക്കൾക്ക് മിഠായി മേടിക്കാനാണോ? ഒരിക്കലല്ല. ഈ റിലയൻസിന്റെ ഓണറോ മാനേജിംഗ് ഡയറക്ടറോ ചെയർമാൻ ആണ് എന്ത്, അംബാനി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ഉണ്ടായിരിക്കും. അവരാണ് എന്ത്, ആ കമ്പനിയിലത്തെ ഡിസിഷൻസ് എടുക്കേണ്ടായിരിക്കാം. TCWG നമുക്ക് പറയാം, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് എന്ന് നമുക്ക് അവരെ വിളിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനി ഭരിക്കാൻ, ഗവർണൻസ് പറഞ്ഞാൽ എന്ത്, ഭരണം ഭരണം ചെയ്യാൻ ചാർജ് ചെയ്യപ്പെട്ട ആൾക്കാർ, അതാണ് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. ഒരു കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടർ ആവും ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ആ ഓണർ ആയിരിക്കും, പ്രൊപ്പറേറ്റർ ആയിരിക്കും. ഒരു പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സ് ആയിരിക്കും എന്ത്, TCWG അല്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് പുതിയ പുതിയ സംഭവങ്ങൾ കിട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര റിപ്പീറ്റ് കേൾക്കും ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, റിലയൻസിന്റെ ഷെയർ മേടിച്ചു. ഇത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. കാരണം ഈ ഒരു സംഭവം മനസ്സിലാക്കിയാലേ ഇത് നമുക്ക് ഫുള്ള് പിന്നെ സ്മൂത്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പൊ ഞാൻ റിലയൻസിന്റെ ഒരു ഷെയർ മേടിച്ചു, 5 ഷെയർ മേടിച്ചു. എന്റെ പൈസ ഞാൻ കൊടുത്തു റിലയൻസിന്. റിലയൻസ് ഈ പൈസ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? റിലയൻസ് എന്ന കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. കാരണം റിലയൻസ് എന്ന കമ്പനി വളർന്നാലാണ് എനിക്ക് ഭാവിയിൽ
ഡിവിഡന്റ് കിട്ടുള്ളൂ. ഞാൻ മേടിച്ച ഷെയറിന്റെ ഷെയർ പ്രൈസ് കൂടുള്ളൂ. എന്റെ ഷെയർ പ്രൈസ് കൂടാനും ഡിവിഡന്റ് കിട്ടാനും വേണ്ടിയിട്ടല്ലേ ഞാൻ ഷെയർ മേടിക്കണത്. അപ്പൊ അങ്ങനെ ഷെയർ മേടിച്ചിട്ട് ഞാൻ കമ്പനിക്ക് കൊടുക്കുന്ന പൈസ കമ്പനി യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ കമ്പനി വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്താലല്ലേ കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടാ, കമ്പനി ഡിവിഡന്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അപ്പോഴല്ലേ എനിക്ക് ബെനിഫിറ്റഡ് ആവുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ഒരു ഒരു പെർസ്പെക്റ്റീവ്, ഒരു സൈഡ്. ഇപ്പോ ആഹ് പിന്നെ വേറൊരു നമുക്ക് എടുക്കാം. ഇപ്പൊ റിലയൻസ് ഒരു ബാങ്കിൽ ചെന്ന് എന്തെടുത്തു? ലോണ് ചോദിച്ചു. ലോണ് ചോദിച്ചു. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യാണ്? ലോണ് കൊടുത്തു. അപ്പൊ വെറുതെ ലോണ് കൊടുക്കോ ഈ ബാങ്കുകാര്? അല്ലെങ്കിൽ ഞാൻ വെറുതെ അങ്ങണ്ട് ഷെയർ മേടിക്കും റിലയൻസിന്റെ? നമ്മള് ഒരു നമ്മക്ക് ഗുണമുണ്ട് എന്ന് തോന്നിയാലേ നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുള്ളൂ. അപ്പൊ ഈ ഗുണമുണ്ടോ എന്ന് എങ്ങനെയാ നോക്കുക? ഇപ്പൊ ഞാന് റിലയൻസിന്റെ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നതിന് മുന്നേ ഞാൻ ആലോചിക്കും. റിലയൻസ് പറഞ്ഞ ഭാവിയിൽ വലുതാവാൻ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണോ? അല്ലെങ്കിൽ സ്ട്രോങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പൊ ഉള്ള കമ്പനിയാണോ എന്ന് ഞാൻ അനലൈസ് ചെയ്യില്ലേ? ഈ റിലയൻസിന്റെ ഷെയർ മേടിച്ചതിന് ശേഷമാണ് ഞാൻ അനലൈസ് ചെയ്യുക. ഒരിക്കലും റിലയൻസിന്റെ ഷെയർ മേടിക്കുന്നതിന് മുന്നേ ഞാൻ അനലൈസ് ചെയ്യും. അല്ലേ? അപ്പൊ ഈ കമ്പനിയുടെ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ എത്ര അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഇൻകം ഉണ്ട് എന്നൊക്കെ ഏതിലാണ് അറിയാൻ പറ്റുക എനിക്ക്? കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? കമ്പനിയുടെ കമ്പനിയുടെ എന്താണ്? കമ്പനിയുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതിന്റെ ഉള്ളിൽ അതൊരു ബ്രോഡർ ടേം ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡർ ടേം ആണ്. ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ എന്തൊക്കെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും എന്തുണ്ടാവുക? ഫൈനാൻഷ്യൽ റിസൾട്ട് കാണിക്കുക. ലാഭാണോ നഷ്ടാണോ? അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതിൽ എത്ര ക്യാഷ് കമ്പനിയുടെ ലിക്വിഡ് ആയിട്ടുള്ളത് എന്ന് കാണിക്കും. അതുപോലെ തന്നെ കുറെ നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇതാണ് എന്ത്? ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ? അപ്പൊ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇൻവെസ്റ്റർ എന്ന ഇതിൽ എനിക്ക് മനസ്സിലാവില്ലേ, ആ കമ്പനിക്ക് ഇത്ര ഇൻകം ഉണ്ട്, കമ്പനിക്ക് ഇത്ര നഷ്ടമുണ്ട്, കമ്പനിക്ക് ഇത്ര അസറ്റ് ഉണ്ട്, കമ്പനിക്ക് ഇത്ര ലൈബിലിറ്റി ഉണ്ട്, കമ്പനിക്ക് ഇത്ര ലിക്വിഡ് ക്യാഷ് ഉണ്ട്. പിന്നെ ഈ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പൊ ഈ P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതിലൊക്കെ നമ്പേഴ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ നമ്പേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. ഇപ്പോ സെയിൽസ് ഉണ്ടല്ലോ, അപ്പൊ P&L ഉണ്ടല്ലോ, സെയിൽസ് കഴിഞ്ഞ കൊല്ലം 100 കോടിയും ഈ കൊല്ലം 10 കോടി വിചാരിക്കും. അപ്പൊ ഈ സെയിൽസ് കാണുന്ന ഏതൊരാൾക്ക് ഡൗട്ട് വരും, ഇത് ഇത്ര കുറഞ്ഞ്. ഇപ്പൊ ഇതിന് ഈ നമ്പറിന് എന്തോ പറയാനില്ല. അപ്പൊ അങ്ങനെ നമ്പർ റിലേറ്റഡ് എന്തെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയണ ഏരിയയാണ് എന്ത്? നോട്ട്സ് ടു അക്കൗണ്ട്സ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ കാണിക്കുന്ന അക്കൗണ്ട്സിന് റിലേറ്റഡ് വല്ല നോട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ഏരിയയാണ് എന്ത്? നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇപ്പൊ 100 കോടിന്ന് 10 കോടി കറണ്ട് ഇയറിലായത് ചിലപ്പോൾ കൊറോണ കാരണമായിരിക്കും. അപ്പൊ കൊറോണ കാരണമാണ്. അപ്പൊ സെയിൽസിന്റെ നേരെ നോട്ട് നമ്പർ 1 എന്ന് ഓർത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ നോട്ട്സ് ടു അക്കൗണ്ട്സിന് കീഴിൽ നോട്ട് നമ്പർ 1 എന്നിങ്ങനെ റെഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് റെഫർ ചെയ്തിട്ട് സെയിൽസിൽ 100-ൽ നിന്ന് 10 കോടി ആയത് കൊറോണയുടെ എഫക്ട് മൂലമാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കാണിക്കുന്നതാണ് എന്ത്? നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോടാ ഒരു ജസ്റ്റ് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എന്ത് ലൈക്ക് ഒരു ജസ്റ്റ് എക്സാമ്പിൾ കാട്ടിത്തരാം. ലൈക്ക് എന്നാ നിങ്ങൾക്ക് ഒന്നുകൂടി ചിലർക്ക് അറിയണ്ടായിരിക്കും, എന്നാലും ഒന്ന് നിങ്ങൾ നോക്ക്. അപ്പൊ ഒന്നും കൂടി ഒരു ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്നാലും ജസ്റ്റ് നമ്മുടെ പ്രാക്ടിക്കൽ എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. ഓക്കെ. കാണാണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ പക്കാക്കി മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടുള്ള സിമ്പിൾ ആണ്. ഇപ്പൊ നോക്ക്, ഇത് ഏതോ HMT വാച്ചസ് എന്നുള്ള ഏതൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എവിടെ? സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ്. ഓക്കെ. ഒറ്റ മിനിറ്റ്. ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ടാണ് എന്ത്? ബാലൻസ് ഷീറ്റ്. ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ് കാണിക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നോക്ക്, 31 മാർച്ച് 2021-ലും 31 മാർച്ച് 2020-ലും എത്ര അസറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ എത്ര ലയബിലിറ്റീസ് ഉണ്ട്, അതിൽ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, അതുപോലെ തന്നെ ഇവിടെ നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ് ഒന്നും ഇല്ലേ? ഓക്കെ, അതിലോട്ടെ. അപ്പൊ ബാലൻസ് ഷീറ്റ് കണ്ടു. അതുപോലെ തന്നെ
ബാലൻസ് ഷീറ്റിൽ ഒബ്വിയസ്ലി മാനേജ്മെന്റുമാര് സൈൻ ചെയ്തു കണ്ട ഡയറക്ടർ ബോർഡ് ഓഫ് ഡയറക്ടർമാരാണ് ചെയർമാന്. ഏത് ഗിരീഷ് കുമാറാണ് ചെയർമാൻ. ഓക്കെ. പിന്നെ നോക്ക് P&L കാണാനില്ലടാ നിങ്ങക്ക്? ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടെ ഇതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഭാഗമാണ്. കണ്ടോ ഇവിടെ നോട്ട് നമ്പർ കൊടുത്തതുണ്ടോ? നോട്ട് നമ്പർ 2.15. ഇവിടെ നോക്ക് നോട്ട് നമ്പർ 2.9. അപ്പൊ നിങ്ങൾ നോട്ട്സ് അക്കൗണ്ട്സിൽ 2.9ൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള വല്ല ഡിസ്ക്രിപ്റ്റീവ് സംഭവങ്ങൾ പറയണ്ടായിരിക്കും. അത് വേണ്ട നോട്ട് നമ്പർ വേണ്ട. അപ്പൊ ഓരോ നമ്പറും റിലേറ്റഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അതാത് നോട്ട് നമ്പറിൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഈ അതർ എക്സ്പെൻസിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ 2.2 നോട്ട് നമ്പറിൽ നോക്കിയാൽ കാണാം. അടുത്തത് P&L സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ആ അല്ല ഇത് അതിന്റെ ബാക്കിയാ തോന്നുന്നുണ്ട്. മേലത്തെ ബാക്കിയാണ്. കണ്ടോ P&L മാനേജ്മെന്റ് സൈൻ ചെയ്തു. ബോർഡ് ഓഫ് ഡയറക്ടർ സൈൻ ചെയ്തു. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഒരു സംഭവം കൂടി നമ്മൾ വിട്ടുപോയിട്ടാ. ഏത് കൂടി ഉണ്ടാവും? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ടാവും. ഇക്വിറ്റി എന്താണ്? നമ്മള് എഫ്-എമ്മിൽ പഠിച്ചിട്ടുണ്ട്. ഇക്വിറ്റി പറഞ്ഞാൽ എന്താ? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ? അപ്പൊ ആ ഓപ്പണിംഗ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് 10 ലക്ഷം ആണെങ്കിൽ ചിലപ്പോൾ ക്ലോസിംഗ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എത്ര ഉണ്ടാവും? ഒരു 15 ലക്ഷം, 12 ലക്ഷം അല്ലെങ്കിൽ സെയിം തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് അത് തമ്മിൽ വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസിന്റെ ബ്രേക്ക് ഡൗൺ ടേബിൾ കാണിക്കുന്നതാണ് എന്ത്? കണ്ടോ? ബാലൻസ് അസ് ഓൺ ഓപ്പണിംഗ് ഇക്വിറ്റി, അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഇക്വിറ്റി. ഏഹ് ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വേറെയും അതർ റിസർവ് സർപ്ലസ് വേറെയും കാട്ടിയെടുക്കുകയാണ്. ഓക്കെ. അണ്ട അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി അതും കൂടി കാണിക്കും. അതും കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരും ട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിൽ എഴുതാം. ഓക്കെ. അത് പിന്നെ നോക്കി പിന്നെ വരുന്നത് എന്താ? നോട്ട്സ് ടു അക്കൗണ്ട്സ് കണ്ടാ? നോട്ട്സ് ടു അക്കൗണ്ട്സ് കണ്ടോ? അപ്പൊ ഇതാണ് എന്ത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ. ഓക്കെ. ഇതിന്റെ ഉള്ളിൽ ഒരു സാധനം കൂടി വരും. ഏത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി അതും കൂടി വരും. ഓക്കെ. ഓക്കെ. അപ്പൊ നോക്ക് ഇപ്പൊ ഇത് ആരാ പ്രിപ്പയർ ചെയ്യാ? ഒബ്വിയസ്ലി ആ കമ്പനിയാണ് പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ റിലയൻസിന്റെ ഉള്ളിൽ വരുന്ന CFOയാ ഇപ്പൊ ഓണർമാരന്നെ ആയിക്കോളണമെന്നില്ല. TCWJ ആയിക്കോളണമെന്നില്ല. ചിലപ്പോൾ മാനേജ്മെന്റ് ലൈക് CEO, CFO അല്ലെങ്കിൽ അവരുടെ കീഴിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാരും കൂടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഇപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? ഞാൻ ഈ റിലയൻസിന്റെ കമ്പനി ഷെയർ മേടിക്കുകയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ റിവ്യൂ ചെയ്യും. എത്ര ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്, എത്ര ക്യാഷ് ഉണ്ട്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ഇൻകം ഉണ്ട് എന്നൊക്കെ നോക്കും. അതുപോലെ തന്നെ ഇപ്പൊ ബാങ്കുകാർ ലോൺ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആഹ് എത്ര അസറ്റ് ഉണ്ട് നോക്കും. കാരണം ഒരുപാട് അസറ്റ് ഉണ്ടെങ്കിലാണ് അസറ്റ് സെക്യൂരിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ? ലോൺ കൊടുക്കുള്ളൂ. ഇപ്പൊ ആഹ് ഫിക്സഡ് അസറ്റ് 100 കോടി കണ്ടു ബാലൻസ് ഷീറ്റില്. ആര്? ബാങ്ക്. അപ്പൊ ഒരു 1 കോടി ലോൺ കൊടുക്കാൻ ബാങ്കിന് പേടിയുണ്ടാവോ? ഒരിക്കലും ഇല്ല. കാരണം അവരുടെ കയ്യില് ഫിക്സഡ് അസറ്റ് ഉണ്ട്. അപ്പൊ ഈ 1 കോടിയൊന്നും കമ്പനിക്ക് വിഷയമല്ല. 1 കോടി കമ്പനി എന്തായാലും റീപേ ചെയ്യും എന്നുള്ള ധൈര്യത്തില് ബാങ്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുള്ള ധൈര്യത്തിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ കൊടുക്കും. പക്ഷേ ഇവിടൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തത് ആരാ? മാനേജ്മെന്റ് അല്ലെങ്കിൽ കമ്പനി. ഇപ്പൊ നമുക്ക് കമ്പനി പറയാം. അപ്പൊ ഈ കമ്പനി മനുഷ്യന്മാരന്നല്ലേ അൾട്ടിമേറ്റ്ലി. ഇപ്പൊ XYZ ലിമിറ്റഡ് എന്നുള്ളൊരു റിലയൻസ് എന്നുള്ളൊരു കമ്പനിയാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ബട്ട് സെപ്പറേറ്റ് റിലയൻസ് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഇതിന്റെ ഓണർമാർ അല്ലെങ്കിൽ TCWJ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരൊക്കെ തന്നെയാണല്ലോ. ഒക്കെ സെയിം വാക്കുകൾ തന്നെയാണ്. ഇന്റർചേഞ്ചബിളി. ഓക്കെ. അപ്പോ ഇവര് ഉഡായിപ്പ് കാണിക്കാനുള്ള ചാൻസ് ഇല്ലേ? ഇപ്പൊ നീ റിലയൻസ് കമ്പനിയാ വിചാരിക്ക്. അപ്പൊ നീ റിലയൻസ് കമ്പനി ആവുമ്പോൾ നീ എന്താ ആഗ്രഹിക്കാ? എന്നെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രോഫിറ്റ് കൂട്ടി കാണേണ്ടി വരും. അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെ എന്നെപ്പോലുള്ള എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് കൂട്ടി കാണാൻ വേണ്ടിയിട്ട് നീ ചിലപ്പോ ഇല്ലാത്ത ഇൻകം അക്കൗണ്ട് ചെയ്തൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റില്? അല്ലെങ്കിൽ ഉള്ള എക്സ്പെൻസ് കുറച്ച് കാട്ടിക്കൂടെ? നീ ഉഡായിപ്പ് കാട്ടിക്കൂടെ? ഏഹ് ഫ്രോഡ് കാട്ടിക്കൂടെ നിനക്ക്? അപ്പൊ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൂടി കാണും. അപ്പൊ ഞങ്ങളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് കരുതും ഇത് റിയൽ പ്രോഫിറ്റ് ആണെന്ന് കരുതിയിട്ട് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യും. എല്ലാരും മാലാഖമാരൊന്നല്ലല്ലോ ഭൂമിയിലുള്ളോര്. ഒക്കെ കള്ളന്മാരന്നല്ലേ. മണ്ണോർത്തി അനന്തർവേ. അപ്പൊ അതുപോലെ തന്നെ ഈ ബാങ്കിന് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിന് ചിലപ്പോ 50 കോടി അസറ്റ് ഉണ്ടായിരിക്കുള്ളൂ. വേണമെങ്കിൽ 100 കോടി അസറ്റ് കാട്ടിക്കൂടെ? അപ്പൊ ബാങ്ക് അത് വിശ്വസിച്ച് ലോൺ തരും എന്നുള്ളൊരു വിശ്വാസത്തില്. അപ്പൊ നോക്കിയേ ഇങ്ങനെ ഉഡായിപ്പ് കാണിക്കാനുള്ള ചാൻസ് മാനേജ്മെന്റിനുണ്ട്. കാരണം മാനേജ്മെന്റാണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ ഇത് കുറക്കാൻ എന്താ ചെയ്യാൻ പറ്റാ? കുറക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരാൾ ചെക്ക് ചെയ്യണം. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? ഒരാൾ ചെക്ക് ചെയ്യണം. വേണ്ടേ? അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാൻ വരുന്നത് ഈ റിലയൻസിന്റെ അംബാനിയുടെ മോനാ വരുന്നത് ചെക്ക് ചെയ്യാന്. നിങ്ങള് വിശ്വസിക്കോ? അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കോ? അല്ലെങ്കിൽ ബാങ്ക് വിശ്വസിക്കോ? ഒരിക്കലും വിശ്വസിക്കില്ല. ഇപ്പൊ ബാങ്കും ഞാനും വൺ ഓഫ് ദി യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യല്ലേ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ നോക്കാന്. ബാങ്ക് ആയാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യല്ലേ അസറ്റ് ബേസിസിൽ ലോൺ കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കാന്. അപ്പൊ അതുപോലെ തന്നെ യൂസേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ ഇൻകം ടാക്സ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അവരെന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പൊ 100 കോടി ലാഭം കണ്ടു. 10% ടാക്സ് വിചാരിക്കുക. അപ്പൊ 100 കോടി ലാഭത്തില് 10 കോടി ടാക്സ് അടക്കണം. ഗവൺമെന്റിന് 10 കോടി ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇത് കറക്റ്റായി വിചാരിക്കും. അപ്പൊ നോക്ക്
ചിലപ്പോ ഇവര് പ്രോഫിറ്റ് ചിലപ്പോ 200 കോടി ഉള്ളത് 100 കോടി കാട്ടിയതാണെങ്കിലോ കമ്പനി ഈ ഗവൺമെന്റിന് കുറച്ച് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗവൺമെന്റിനും എന്തുണ്ട് ആവശ്യമുണ്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലയബിൾ ആണ് എന്ന് എൻഷുർ ചെയ്യുക. അല്ലെങ്കിൽ ബാങ്കിനും ഒരു ആവശ്യമുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലയബിൾ ആണ് അല്ലെങ്കിൽ തെറ്റില്ല എന്ന് എൻഷുർ ചെയ്യല്. എനിക്കും ഒരു ആവശ്യമുണ്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തെറ്റില്ല എന്ന് എൻഷുർ ചെയ്യല്. അതുപോലെ തന്നെ ഇപ്പൊ നാളെ ഈ റിലയൻസ് ഒരു സപ്ലയറുടെ അടുത്ത് ചെന്നിട്ട് കടത്തിന് പർച്ചേസ് തരുമോ അല്ലെങ്കിൽ സപ്ലൈ ഞങ്ങൾക്ക് ചെയ്തു ചോദിക്കുമ്പോൾ ആ ക്രെഡിറ്റർക്ക് ആയാലും എന്തുണ്ടാവും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലയബിൾ ആണ്. അപ്പൊ റിലയബിൾ ആണെന്ന് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എന്തുണ്ടാവും ഈ പബ്ലിക് മൊത്തത്തില് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഏഹ് റിലയബിൾ ആണെന്ന് എൻഷുർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരുടെയും ഏഹ് കൺസേൺസ് അഡ്രസ് ചെയ്തുകൊണ്ട് എല്ലാ കമ്പനീസിനും അത് പബ്ലിക് അല്ല പ്രൈവറ്റ് അല്ല കമ്പനി ആണോ കമ്പനി ആയിട്ട്, കാരണം ഇതൊക്കെ ഭാവിയിൽ വേണമെങ്കിൽ പബ്ലിക് ആവാലോ ഇൻ കേസ് പ്രൈവറ്റ് കമ്പനി ആയിട്ട് തുടങ്ങിയെന്നുണ്ടെങ്കിലും. അപ്പൊ എല്ലാ കമ്പനീസിനും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് MCA വഴി പറഞ്ഞിട്ടുണ്ട് എല്ലാ കമ്പനിയും ഓഡിറ്റ് ചെയ്യണം. എല്ലാ കമ്പനിയും ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. അത് ആനുവലി എന്താ നിർബന്ധ. എല്ലാ കമ്പനിയും കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യാൻ നിർബന്ധ. അത് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാ കൊടുത്തിട്ടുള്ളത്? ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ് കൊടുത്തിട്ടുള്ളത്. CA-ക്കാർക്കാണ് അധികാരം എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇപ്പൊ കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് കമ്പനീസ് ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരല്ലേ കമ്പനിയെ ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കമ്പനി ഓഡിറ്റിന് എന്തും പറയും, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയും. കാരണം ഒരു നിയമം പറയുന്നതല്ലേ ഓഡിറ്റ് വേണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഓഡിറ്റ് ആര് ചെയ്യും? ഇപ്പൊ അംബാനിയുടെ മകൻ ഒരു CA-ക്കാരനാ വിചാരിക്ക്. അപ്പൊ ആ അംബാനിയുടെ മകൻ CA-ക്കാരനാണ്. കമ്പനീസ് ആക്ട് CA-ക്കാർക്കാണ് ഓഡിറ്റ് ചെയ്യാൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അംബാനിയുടെ മകൻ CA-ക്കാരെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന്, ബാങ്കിന്, ഗവൺമെന്റിന് റിലയബിൾ ആവും? ഒരിക്കലും റിലയബിൾ ആവില്ല. കാരണം അംബാനിയുടെ മകൻ CA-ക്കാരനാണെങ്കിൽ പോലും അംബാനി എന്ത് ഉടായിപ്പ് കാട്ടിയാലും ആ മകനായ CA-ക്കാരൻ അംബാനിയെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അല്ലേ? അപ്പോ ആഹ് അപ്പൊ എന്ത് വേണം? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാള് വേണം. എന്ന് വെച്ചാ അംബാനിയുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരാള് വേണം. അല്ലേ? അംബാനിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അംബാനിയുടെ കമ്പനിയില് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അംബാനിയുടെ മേലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ റിലയൻസ് എന്ന കമ്പനി വളർന്നാല് ഒരു ഗുണവും ഇല്ലാത്ത ഒരാള്, ഒരു CA-ക്കാരൻ വേണം എന്ത് ചെയ്യാന്, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്ന് ഓഡിറ്റ് ചെയ്യാന്. അപ്പോ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു കമ്പനിയുടെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുക? മാനേജ്മെന്റ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് നമുക്കിപ്പോ പറയാം. മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആര് വന്ന് ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യും? ഏഹ് ഓഡിറ്റർ. നോർമലി CA-ക്കാരാണ് അത്. ഓഡിറ്റർ വന്ന് എന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് ചെയ്യും ആര്? ഓഡിറ്റർ. എന്നിട്ട് ഈ ഓഡിറ്റർ ഉണ്ടല്ലോ, ഓഡിറ്റർ എന്ത് ചെയ്യും? എന്നിട്ട് ഈ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ശരിയാണ് തെറ്റാണ് എന്ന് വെറുതെ വാഗൊണ്ട് പറഞ്ഞാൽ മതിയോ? ഇല്ല, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ. ഒരുപാട് യൂസേഴ്സ് റിലേ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒരു ഫോർമൽ പ്രൊസീജിയർ വേണം. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തതിന്റെ തെളിവായിട്ട് ഓഡിറ്ററിന്റെ അഭിപ്രായം എന്താണ് എന്ന് ഉൾക്കൊണ്ട് ഓഡിറ്റർ എന്ത് പ്രിപ്പയർ ചെയ്യും? ഏഹ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ ഓഡിറ്റിംഗ്, അപ്പൊ ഈ ഓഡിറ്റർ ചെയ്യുന്ന ഈ പ്രോസസ്സാണ് എന്ത്, ഈ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് മേലെ നടത്തുന്ന പ്രോസസ്സാണ് എന്ത്, ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ചെക്കിംഗ്. അപ്പൊ ഇങ്ങനെ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ചെക്കിംഗ് ചെയ്യുമ്പോൾ ഏഹ് കുറച്ച് റൂൾസുകൾ ഫോളോ ചെയ്യാനുണ്ട്. ആര്? ഓഡിറ്റർ. നത്തിങ് ബട്ട് ഈ ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓഡിറ്റർ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യാണ്ട്. ആ റൂൾസിനെ പറയുന്ന പേരാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ SAS എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഓഡിറ്റിംഗ് നമുക്ക് കുറച്ച് എസ്സേസുകളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമുക്ക് അവിടെ വഴിയെത്തുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കറക്റ്റ് അല്ല, അല്ലെങ്കിൽ 100% കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, അങ്ങനെയല്ല പറയാ. എങ്ങനെയാ പറയാ? ഓഡിറ്റർ ഈ ഓഡിറ്റ് ചെയ്തിട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയും എന്ത്, വെദർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട്, ഒക്കെ നിങ്ങൾ നോട്ടിൽ എഴുതണം. ഞാൻ ഇവിടെ എഴുതുന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ടിൽ എഴുതണം. ഓക്കെ, വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ട്രൂ ആൻഡ് ഫെയർ റിവ്യൂ ഓർ ട്രൂ ആൻഡ് ഫെയർ റിവ്യൂ ഓർ ഫെയർലി പ്രസന്റഡ്
ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഈ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ പറയാം. അത് ഇവിടെ ഇപ്പൊ പെൻഡിങ്ങിൽ വെക്ക്. ഓക്കെ, നമുക്കുണ്ടല്ലോ ഈ ഓഡിറ്റ് ചെയ്തിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ എന്ന് വെച്ചാൽ ശരിയും ന്യായമായ രീതിയിലാണോ, അതിന് പറയുന്ന വേറെ പേരാണ് എന്ത്, ഫെയർലി പ്രസന്റഡ് ആണോ, മാനേജ്മെന്റ് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള P&L-ലും ബാലൻസ് ഷീറ്റിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകത്തിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലും നോട്ട്സ് അക്കൗണ്ട്സിലും ഇതൊക്കെ ന്യായമായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ശരിയും ന്യായമായിട്ടുള്ള രീതിയാണോ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നോക്ക്, ഒരു 50 ലക്ഷം ഉണ്ടായി എക്സ്പെൻസ് ഉണ്ടായി. കമ്പനിയിൽ റിയാലിറ്റി ഒരു 50 ലക്ഷം എക്സ്പെൻസ് ഉണ്ടായി. ഇത് ഒരു ആനുവലി ആണ് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക ആര്, മാനേജ്മെന്റ്. ഇപ്പൊ ഒരു 50 ലക്ഷം എക്സ്പെൻസ് ഉണ്ടായി. മാനേജ്മെന്റ് ഇത് കാട്ടി ഒരു 49,999,000 രൂപ, അല്ല 49,99,900 രൂപ കാട്ടി. എന്ത് എക്സ്പെൻസ് ആക്കിയിട്ട് ഒരു 100 രൂപ വ്യത്യാസമുള്ളൂ. അപ്പൊ ആ 100 രൂപ ഒന്നും ഓഡിറ്റർ എന്താക്കില്ല, വലിയ പ്രശ്നമാക്കണമെന്നില്ല. കാരണം 50 ലക്ഷം ഉള്ളോടത്ത് 49,99,900 കാട്ടിക്കഴിഞ്ഞാൽ 100 രൂപ വ്യത്യാസം. അപ്പൊ ഈ 49,99,900 അല്ലേ കാട്ടിയത്. അപ്പൊ ഒരു തെറ്റുണ്ട്, അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല റിഫ്ലക്ട് ചെയ്യണത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ വിഷയമില്ല. അപ്പൊ ഈ ചെറിയ ചെറിയ തെറ്റുകളല്ലാതെ വലിയ തെറ്റുകളില്ലല്ലോ. ആ വലിയ തെറ്റുകൾ എങ്ങനെയെന്നൊക്കെ തീരുമാനിക്കാന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതൊക്കെ അവിടെ അവിടെ എത്തുമ്പോ പറയാം. അപ്പൊ നോക്ക്, ഇപ്പൊ ഈ 49,99,900 കാണിക്കുമ്പോൾ ന്യായമായിട്ടുള്ള രീതിയിലല്ല കാട്ടിയെന്ന് പറയോ? ഇല്ല. ഈ 50 ലക്ഷം വെച്ച് നോക്കുമ്പോൾ 100 രൂപ വളരെ ചെറുതാണ്. അപ്പൊ ഇപ്പൊ ഞാനായാലും ഇപ്പൊ ഈ ഇൻവെസ്റ്ററായി ഞാൻ ഈ 100 രൂപ തെറ്റ് കേൾക്കുമ്പോൾ ഞാൻ എന്താ ആലോചിക്കുക, 100 രൂപ അല്ലേ, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയല്ലേ, 100 രൂപ വ്യത്യാസമല്ലേ, അതൊന്നും വിഷയമില്ല. ആ ഒരു മൈൻഡ് അല്ലേ എനിക്കുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ബാങ്കിനായാലും ഇപ്പൊ ഫിക്സഡ് അസറ്റ് 50 കോടി ബാലൻസ് ഷീറ്റിൽ കാട്ടി. പക്ഷെ റിയാലിറ്റിയിൽ ശരിക്കും ഫിക്സഡ് അസറ്റ് എത്ര ഉള്ളൂ, ഒരു 49,59,99,900 100 രൂപ വ്യത്യാസമുള്ളൂ. അപ്പൊ ബാങ്കുകാർ വിചാരിക്കാം 100 രൂപ അല്ല, വിഷയമല്ല. അപ്പൊ നോക്ക്, അങ്ങനെ പക്ക ഡോട്ട് ടു ഡോട്ട് അല്ലെങ്കിൽ 1 to 1 തെറ്റുണ്ടാവാൻ പാടില്ല എന്നല്ല. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു കോമൺ സെൻസിൽ ഒരു യൂസേഴ്സിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തെറ്റുകളൊന്നും ഇല്ലല്ലോ. എന്ന് വെച്ചാൽ റിയാലിറ്റിയിൽ എന്താണോ നടന്നത് അത് ഒരു ന്യായവും ശരിയായ രീതിയിലല്ലേ ബാലൻസ് ഷീറ്റ്, P&L സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് സ്റ്റേറ്റ്മെന്റ്, നോട്ട്സ് അക്കൗണ്ട്സിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റിയാലിറ്റിയിൽ എന്താണ് നടന്നത്, ഒരു ഡ്യൂറിംഗ് ദ ഇയർ എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ റിയാലിറ്റിയിൽ എത്ര എക്സ്പെൻസ് ഉണ്ടായി, എത്ര ലാഭം ഉണ്ടായി, എത്ര അസറ്റ് ഉണ്ടായി, എത്ര ലയബിലിറ്റി ഉണ്ടായി, എത്ര ക്യാഷ് ഉണ്ടായി, ഇതെല്ലാം ന്യായവും ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മാനേജ്മെന്റ് കാട്ടിയിട്ടുള്ളത്. റിയാലിറ്റിയിൽ നടന്നത് ഡ്യൂറിംഗ് എ പെർട്ടിക്കുലർ ഇയർ റിയാലിറ്റിയിൽ നടന്നത് ശരിയും ന്യായവുമായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ മാനേജ്മെന്റ് നമ്പറിലൂടെ കാട്ടിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തലാണ് ആരുടെ ഉത്തരവാദിത്തം, ഓഡിറ്ററിന്റെ ഉത്തരവാദിത്തം. ഓഡിറ്റർ അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ്, അതാണ് എന്ത്, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ICAI. ഇപ്പൊ നോക്കടാ, മാനേജ്മെന്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന റൂൾസ് ആണ് എന്ത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതും ഇഷ്യൂ ചെയ്യുന്ന ICAI തന്നെയാണ്. അപ്പൊ ഈ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ഓഡിറ്റർക്കും കുറച്ച് റൂൾസുകൾ ഉണ്ട്. ഓഡിറ്റർക്ക് അല്ലെങ്കിൽ CA-കാർക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റത്തില്ല. അവര് ഫോളോ ചെയ്യുന്ന റൂൾസ് ആണ് എന്ത്, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ICAI. ഇപ്പൊ ഉണ്ടല്ലോടാ, ഇപ്പൊ ഇത് ശരിക്കും CA-കാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് CA ഇന്റർ ഓഡിറ്റിംഗിന്റെ അത്ര പഠിക്കാനുള്ളൊന്നും ഇതിൽ പഠിക്കാനില്ല. ജസ്റ്റ് നമ്മൾ ഒരു ഓഡിറ്റ് ഫീൽഡിലൊക്കെ ഉള്ളവരാണല്ലോ, അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടി ചെറിയ രീതിയിൽ നിങ്ങൾക്ക് SAS-നെ പറ്റി ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഒരു ഓഡിറ്റിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് എന്ത് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഓഡിറ്റർ. ഇപ്പൊ ഇതുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒരു അനലോജി പോലെ ഇങ്ങനെ പറയാം. ഇപ്പൊ നോക്ക്, ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്യുന്നു, ആൻസർ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നു. ഏ അതാര് ചെക്ക് ചെയ്യുന്നു, ടീച്ചർ ചെക്ക് ചെയ്യുന്നു. ടീച്ചർ എന്ത് കൊടുക്കുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഏ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ടീച്ചർ എന്ത് ചെയ്യുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ആര് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ആൻസർ പേപ്പർ ആര് യൂസ് ചെയ്യും? ഒരു മിനിറ്റ്. ഈ ആൻസർ പേപ്പറും ആര് യൂസ് ചെയ്യും? എല്ലാരും യൂസ് ചെയ്യും. ലൈക്ക് ടീച്ചറും യൂസ് ചെയ്യും. അയ്യോ, ഇതിപ്പോ അയ്യയിലോ, ടീച്ചർ യൂസ് ചെയ്യും.
പാരന്റ്സ് യൂസ് ചെയ്യും. ഏഹ് സ്റ്റുഡന്റ് യൂസ് ചെയ്യും. അയൽവക്കത്തെ നൈബർ യൂസ് ചെയ്യും. ഇല്ലേ? ഇപ്പോ ഇവിടെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റും ഓഡിറ്റ് റിപ്പോർട്ട് ആര് യൂസ് ചെയ്യും? ലൈക്ക് ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ബാങ്ക് യൂസ് ചെയ്യും. കസ്റ്റമേഴ്സ് യൂസ് ചെയ്യും. ലൈക്ക് കമ്പനിയുടെ ക്വാളിറ്റി നോക്കാൻ അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ തന്നെ ഗവൺമെന്റ് യൂസ് ചെയ്യും. ആഹ് ആഹ് ക്രെഡിറ്റേഴ്സ് യൂസ് ചെയ്യും. എക്സെട്ര. അപ്പൊ നോക്കി ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ? ഇപ്പൊ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് റെക്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓഡിറ്റർ എവിടെ കാണിക്കുക? ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കും. ഇപ്പൊ നോക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കില്ല? ഓഡിറ്റർക്കില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഓഡിറ്റർ എന്ത് ചെയ്യും? മാനേജ്മെന്റിനോട് പറയും. മാനേജ്മെന്റിന്റെ അടുത്താണ് റെക്ടിഫൈ ചെയ്യാൻ പറയാ. അപ്പൊ മാനേജ്മെന്റ് റെക്ടിഫൈ ചെയ്തില്ലെങ്കിലോ ഇപ്പൊ ഒരു 10,00,000 എക്സ്പെൻസ് മാനേജ്മെന്റിൽ അക്കൗണ്ട് ചെയ്തിട്ടില്ല. ഓഡിറ്റർ അത് കണ്ടുപിടിച്ച് മാനേജ്മെന്റിനോട് പറഞ്ഞു. 10,00,000 അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല, സൗകര്യമില്ല മാനേജ്മെന്റ് പറയാ. അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് പറയും? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല റിഫ്ലക്ട് ചെയ്യുന്നത്. ഒരു 10,00,000 എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയും. അപ്പൊ അതെങ്ങനെ പറയും? അതിന്റെ ഫോർമാറ്റ് എന്താന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ നോക്കി ഇവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻവെസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് അല്ല ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഓഡിറ്റ് റിപ്പോർട്ടും ഒരുമിച്ചിട്ടാണ്. ഇപ്പൊ ഈ ഓഡിറ്റ് കഴിഞ്ഞാൽ ഇത് എന്തായി? ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പൊ ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മേലെ ഓഡിറ്റർക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അത് ഓഡിറ്റർ എവിടെ കാണിക്കുക? ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കുക. ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഓഡിറ്റ് റിപ്പോർട്ടും ആര് യൂസ് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ് അവരുടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ നോക്ക്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ മേലത്തെ സിനാരിയോ കറസ്പോണ്ടിലി പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ആൻസർ പേപ്പർ ആര് പ്രിപ്പയർ ചെയ്യുന്നു? സ്റ്റുഡന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതിന് നമുക്ക് മാനേജ്മെന്റ് പറഞ്ഞൂടെ? മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് അത് ആര് റിവ്യൂ ചെയ്യുന്നു? ടീച്ചർ റിവ്യൂ ചെയ്യുന്നു പറഞ്ഞ പോലെ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? റിവ്യൂ ചെയ്യുന്നു. അത് നോർമലി സിഎക്കാരാണ് റിവ്യൂ ചെയ്യുക. ഏഹ് ഇപ്പൊ ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പല ടൈപ്പ് ഓഡിറ്റുകളുണ്ട്. ഇപ്പൊ കോസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ സിഎംഎക്കാരാണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയണത്. ഓക്കെ. അപ്പോ ഓക്കെ. ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ടീച്ചർ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഓഡിറ്റർ എന്ത് ചെയ്യും? ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആൻസർ പേപ്പറും പ്രോഗ്രസ് റിപ്പോർട്ടും കൂടിയിട്ട് ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ വായിക്കുന്നത് പോലെ ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഓഡിറ്റ് റിപ്പോർട്ടും കൂടിയിട്ട് ഗവൺമെന്റ്, ബാങ്ക് ഇവര് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഓഡിറ്റിംഗ് ടെർമിനോളജിയിൽ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്നു. ഇത് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇത് രണ്ടും ഇവര് യൂസ് ചെയ്യും. ഓക്കെ. ഇംപ്ലൈഡ്ലി ആണ്. ലൈക്ക് ഇപ്പൊ ഇവിടെ ഇവരും എന്താ യൂസേഴ്സ് ആണ്. ഇവരും എന്താ യൂസേഴ്സ് ആണ്. 2 പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ ഒരു അനലോജി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് എന്താ ഒരു ഓഡിറ്റിംഗിന്റെ ഒരു ബ്രോഡർ ടേം. അപ്പൊ ഇനി നമുക്ക് എന്താ ഓഡിറ്റിംഗ് എന്താ? ലൈക്ക് അതിന്റെ ഡെഫിനിഷൻ സംഭവങ്ങളൊക്കെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് വേണം എന്ത് ചെയ്യാന്? നിങ്ങള് ചിന്തിച്ചെടുക്കാന്. ഓക്കെ. ഇപ്പൊ അത്രയൊക്കെന്നെ ഉള്ളൂ. ഇപ്പൊ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് എപ്പോഴാണ് ഓഡിറ്റർ പറയാ? ഇതില് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തെറ്റുകൾ ഇല്ലെങ്കിൽ. അപ്പൊ ഏതാണ് വലിയ രീതിയിലുള്ള തെറ്റ്? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് അതാത് ഏരിയാസ് എത്തുമ്പോ പഠിക്കാം. ഓക്കെ. ഇപ്പൊ ട്രൂ ആൻഡ് ഫെയർ വ്യൂയും ഫെയർലി പ്രസന്റും ഒരു ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. ഇപ്പൊ ഇതിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഫ്രീ ആണ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയും. ഇനി ട്രൂ ആൻഡ് ഫെയർ വ്യൂ പറയുന്നില്ലെങ്കിലും ഫെയർലി പ്രസന്റഡ് എന്ന് പറയും. ഈ 2 ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് എസ്എ 700 പറയണതാ. ഇപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് ഇഷ്യൂഡ് ബൈ ഐസിഐ ഇല്ലേ? അല്ലെങ്കിൽ ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഇല്ലേ? അതിലൊരു റൂളാണ് എന്ത്? എസ്എ 700. എസ്എ 700 അതെ എസ്എ 700ലാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രേസ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. നമുക്ക് അതായത് ഏരിയത്തുമ്പോ പറയാം. ഞാൻ ജസ്റ്റ് ഓഡിറ്റിംഗിന്റെ ഒരു ബ്രോഡർ ലൈക്ക് എങ്ങനെ ഓഡിറ്റ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓഡിറ്റിംഗിന്റെ റെലവൻസ് എന്താ? അതൊക്കെയാണ് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഉദ്ദേശിച്ചത്. നമുക്ക് എന്ത് ചെയ്യാം? ഡെഫിനിഷൻ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഡെഫിനിഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സെരിമേറ്ററിലെ ഡെഫിനിഷനിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ.